ഞാനും എൻ്റെ കുട്ടുമണിയും കൂടെ ഉച്ച കഴിഞ്ഞിട്ട് വലിയ പണിയിലാണ് കേട്ടോ. ഇതിപ്പോഴൊന്നും ഉള്ള വീഡിയോ അല്ല, ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക പറിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അതിൻ്റെ ചെറിയ സന്തോഷം. അല്ലെങ്കിലും നമ്മൾ പെൺപിള്ളേർക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പം എന്തും കൊണ്ടുപോകാൻ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവിടെ ഉള്ളത് മുഴുവനും കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ അവിടെ കൊണ്ടുപോകാനൊന്നും ഇല്ല, ഈ ഉള്ളതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കോവയ്ക്കയും കുറച്ച് വഴുതനങ്ങയും പറിക്കാമെന്ന് വെച്ചു. നെല്ലിമരത്തിൽ ഞാൻ വെറുതെ നോക്കിയതായിട്ടോ, അതിനകത്ത് മണ്ടയ്ക്കെങ്ങാണ്ട് വെറും പൊട്ട് നെല്ലിക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് വഴുതനങ്ങയും കോവയ്ക്കയും മുറിക്കുകയാണ് കേട്ടോ. എനിക്ക് സഹായിയായിട്ട് കൊച്ചും കൂടിയിട്ടുണ്ട് കേട്ടോ. വെറുതെ ആ പേരും പറഞ്ഞ അവൾക്ക് അയ്യത്ത് കറങ്ങി നടക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾ എൻ്റെ പുറകെ ഇറങ്ങിയതാ. അപ്പോൾ വഴുതനങ്ങയൊക്കെ പറിച്ചു വന്നപ്പോഴത്തേക്ക് ദേ എൻ്റെ കെട്ടിയോന് വീട്ടിൽ കൊണ്ടുപോകാൻ കപ്പ വിഴുതു കേട്ടോ. പന്നി കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണ് അത്. 160 മൂട് നട്ടതിൽ ശേഷിച്ചത് 13 മൂട് കപ്പയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കവറിനകത്താക്കി കേട്ടോ, മറന്നുപോകാൻ പാടില്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് പോയി കൊച്ചിനെ ഒരുക്കി അവൾക്കൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്ത് ഞാനും ചായ കുടിച്ചു കേട്ടോ. ചായ മുഖ്യം ബിഗിലേ, അത് മറക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് തുണിക്കടയിലോട്ടായിട്ടോ. കൊച്ചിനൊരു ഉടുപ്പെടുത്തിട്ട് കുറച്ച് നാളുകളായി. അവൾക്ക് സ്കൂൾ തുറന്നപ്പോൾ പോലും ഉടുപ്പെടുത്തില്ല. അതുകൊണ്ട് 2-3 ജോഡി ഉടുപ്പൊക്കെ അവൾക്ക് എടുത്തു കേട്ടോ, കൊച്ചിന് മാത്രം, അമ്മയ്ക്കില്ല. പിന്നെ നേരെ ഞങ്ങൾ വീട് പിടിച്ചപ്പോൾ ദേ അമ്മച്ചി ഏതൊക്കെയോ സീരിയൽ കാണുന്നു. പിന്നെ അമ്മയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ, ടാറ്റാ ബൈ ബൈ.